സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി കടിയാണ്, വൈറലായ കടിയാണ്. ഇത് കാണുന്നില്ല ഇതാ. അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്നാന്നുള്ളത് കാണിച്ചു തരാം. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയായി എൻ്റെ അവസ്ഥ. ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്, ഒന്ന് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്യും. അടുത്തതും കൂടി നോക്കിയിട്ട് സെറ്റാക്കുക. നമുക്ക് ആ കടി ഉണ്ടാക്കാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പ്, ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, പിന്നെ ബ്രെഡ്, മുട്ട, ഇതൊക്കെ കൂടി മിക്സായിട്ടാണ് നമ്മൾ കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ സൂപ്പറായിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. കത്തി കൊണ്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്, കൈകൊണ്ട് അങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കലാണ്. ആംപ്ലേറ്റിൽ മുറിക്കുന്ന പോലെ ഇങ്ങനെ മുറിച്ചിടുക. പിന്നെ ഒരു കളർഫുള്ളിന് ഒരു തക്കാളിയും കൂടി എടുത്തോ. ഉള്ളി മുറിച്ചിട്ട് കണ്ണിൽ എരിഞ്ഞൊരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല കളർഫുള്ളായിട്ട് ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ഉള്ളി, പച്ചമുളക്, തക്കാളി, അപ്പോൾ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി കാണിച്ചാൽ ബ്രെഡിൻ്റെ ഈ സൈഡിലൊന്ന് കളയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് ആവശ്യമില്ല, അതൊക്കെ ഒന്ന് മുറിച്ച് കളയാം. 4 ഭാഗം ഒന്ന് മുറിച്ചിട്ട് കളയാം. ബ്രെഡ് നിങ്ങളെ ഇഷ്ടത്തിന് എടുത്താൽ മതി കേട്ടോ. എത്ര ആളുണ്ടോ അത്ര നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ വേണ്ട ഇങ്ങനെ മുറിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പീസൊന്നും കളയണ്ട, നമുക്ക് ബ്രെഡ് കംസ് ആക്കാം. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇതാക്കാത്തതുകൊണ്ട് ഞാനൊന്ന് തിന്നട്ടെ. അതിൻ്റെ ഉള്ളി അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. ബ്രെഡ് ഒന്ന് പൊതിരാനാണ്, കൂടുതലൊന്നും വേണ്ട, ഒന്ന് പൊതിരാൻ മാത്രം വേണ്ട. നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കണ്ടോ. നമ്മൾ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാന ആൾ ഇയാളാണ്. അപ്പോൾ നമ്മൾ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മഞ്ഞ പൊട്ടിക്കാണ്ട് കോരിയിട്ട് ഇങ്ങനെ വെക്കണേ. മഞ്ഞ ഇങ്ങനെ പൊട്ടിക്കാണ്ട് കോരണം കേട്ടോ. അപ്പോൾ എല്ലാ മുട്ടയും പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരാളും കൂടി ഇരിപ്പുണ്ട്, അത് നമുക്ക് ഇതിനകത്ത് ഇടുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്ട. അപ്പോൾ നമ്മൾ കേട്ടോ ഇതിനകത്തേക്ക് ഈ വെള്ളം മൊത്തം ഒഴിക്കുന്നുണ്ട്. മഞ്ഞ വേണ്ടേ, വെള്ളം മാത്രമാണ്. അപ്പോൾ മഞ്ഞ മൊത്തം ഇങ്ങനെ എടുത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇത് നല്ലോണം അവിടെ എല്ലാം തെറിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഷോ ആക്കിയതേനും പക്ഷെ അവിടെ എല്ലാം ആയിപ്പോയി. കണ്ടോ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയും ബ്രെഡും വെജിറ്റബിൾസൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി മസാല ഇങ്ങനെ എടുത്ത് നമുക്ക് 2 ആക്കാൻ തോന്നും കേട്ടോ. ഒറ്റയടിക്ക് തന്നെ 2 വരാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. മക്കൾക്കെല്ലാം സ്കൂൾ വിട്ട് വന്ന് കൊടുക്കാനോ രാവിലെ തിരക്കിട്ടിട്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ മുട്ട ഇതെന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോയാൽ കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കാൻ ചെയ്യുന്നത്. അയ്യോ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ സാരമില്ല, അത് ഞാൻ തിന്നോളും. പിന്നെ എന്നാ ചെയ്യാം, വിശാലിനും മിറാഷിനും അത് കൊടുക്കുന്നില്ല, പൊട്ടിയത് ഞാൻ തിന്നു. അപ്പോൾ ഏകദേശം ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് മറിച്ചിടട്ടെ. സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് മറിച്ചിടാൻ പറ്റുന്നില്ല. ആ മഞ്ഞക്കൊരു പൊട്ടിപ്പോകുന്നതുകൊണ്ട് ഒന്നെങ്ങനെയല്ലോ മറിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ മറിച്ചിടുമെന്ന് വിചാരിച്ചിരിക്കലാണ്. ഇനി മറിച്ചിട്ടിട്ട് കാണാൻ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയായി എൻ്റെ അവസ്ഥ. ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്, ഒന്ന് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്യും. അടുത്തതും കൂടി നോക്കിയിട്ട് സെറ്റാക്കുക.
നമ്മൾ ഫസ്റ്റ് ടൈം ആക്കുന്നതല്ലേ, അതുകൊണ്ടുള്ള ചെറിയൊരു കുഴപ്പം. നല്ല ആർക്കേജിൻ്റെ മണലിങ് വരുന്നുണ്ട്. ആർക്കേജ് വേണ്ടാത്തവർ സൺഫ്ലവറിലോ പിന്നെ ഓയിൽ വേണ്ട വെളിച്ചെണ്ണയിൽ അങ്ങനെ എന്തെങ്കിലും ലായിക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മഞ്ഞക്കുരു ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടാതെ കിട്ടി. ഞാൻ സ്പൂൺ കൊണ്ട് കോരി കൊണ്ടാന്ന് പൊട്ടിപ്പോയി. ഇങ്ങനെ പ്ലേറ്റിലിട്ടിട്ട് മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. സെറ്റാട്ടെ മൂടി വെച്ചിട്ടുണ്ട്. സെറ്റായിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഒന്ന് അടിപൊളിയായിട്ടുണ്ട്. ഇതും പോയി അത് മിഷാലിന് കൊടുക്കാം. നിറാശി നമുക്ക് നല്ല സുന്ദര കൊട്ടിനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. എന്തായാലും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റെല്ലാം ഉണ്ടാവും. അതിൻ്റേതായ ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല. പൊട്ടിപ്പോയെന്നുള്ള എന്തായാലും മുറിച്ചിട്ടല്ല കഴിക്കണ്ടേ. ഇനി അങ്ങനെ പറയലേ രക്ഷയുള്ളൂ. അപ്പം നമ്മൾ ഇത് മറിച്ചിട്ടിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എൻ്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോയാൽ നോക്കണ്ട, എല്ലാവർക്കും അങ്ങനെ പറ്റൂല. അടിപൊളിയായിട്ട് ആവും വേണ്ട. അപ്പോൾ അത് മറിച്ചിടുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ചായ, ചൂട് ചായ. ഞാൻ വൈകുന്നേരം ഇപ്പോൾ കടയിൽ നിന്ന് വന്നപാടും കഴിക്കാൻ വേണ്ടി ചോറ് വേണ്ടാലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് വേണ്ട. അപ്പം നല്ല സൂപ്പർ കടി. ചിലതൊക്കെ പൊട്ടിപ്പോയി, ചിലതൊക്കെ ശരിയായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ടാണ്. ഇനി ശരിയാക്കുമ്പോൾ സെറ്റാക്കാം. അപ്പോൾ ഇതൊക്കെ സൂപ്പറായിട്ടായിട്ടുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. ഞാനും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. നല്ല എരിവൊക്കെ ഉണ്ടാവും. നല്ല ക്യാരറ്റും മുട്ടയും എല്ലാം കൂടി അതിൽ മിസ്സായിട്ട് സൂപ്പറാണ്. ആ മഞ്ഞക്കുരു അതിൻ്റെ ഇടയിൽ ആ വെള്ളം ഇതൊക്കെ ആയിട്ടുണ്ട് മുട്ടേൻ്റെ. ഈ ചായ ഒന്ന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മക്കൾക്ക് രാവിലെ ടിഫിനിൽ കൊടുത്തു വിടാനും വൈകുന്നേരം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അല്ല പെട്ടെന്ന് വൈകുന്നേരം ഒരു വിരുന്നാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കടിയാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. വലിയ വിഷമവും ബുദ്ധിമുട്ടൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്താം.